എല്ലാവർക്കും നമസ്കാരം. മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 2024 ആവേശം ഓരോ മത്സരങ്ങൾ കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. 4 മത്സരാഴ്ചകൾ പിന്നിട്ടു, 5-ാം മത്സരാഴ്ചയിലേക്ക് കടന്നിട്ടുണ്ട്. ഒപ്പം കൂടുതൽ പോരാട്ട വീര്യവുമായി റൈവൽറി വീക്കിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. നമുക്കറിയാം, IPL 2024 മുന്നോടിയായി നടന്ന താരലേലം മിനി താരലേലമായിരുന്നു. എന്നാൽ അടുത്ത വർഷം IPL 2025 അത് മെഗാ താരലേലമായിരിക്കുമെന്ന് നേരത്തെ തന്നെ IPL ചെയർമാൻ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ബ്രേക്കിംഗ് റിപ്പോർട്ട്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത മെഗാ താരലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസിക്ക് മിനിമം 4 താരങ്ങളെ മാത്രമായിരുന്നു റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു. 3 മുതൽ 4 താരങ്ങളെ മാത്രമായിരുന്നു ഒരു ഫ്രാഞ്ചൈസിക്ക് മെഗാ താരലേലത്തിൽ റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഏതാണ്ട് ഒട്ടുമിക്ക ഫ്രാഞ്ചൈസികളും ആ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മിനിമം 8 താരങ്ങളെ തങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പകുതിയോളം ടീമുകൾ ഇപ്പോൾ ആ ഒരു റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം IPL 2025 മോസ്റ്റ് ഓഫ് ദ ടീംസിൻ്റെ ആ ഒരു ആവശ്യം അംഗീകരിച്ച് ഒരു ഫ്രാഞ്ചൈസിക്ക് മിനിമം 8 താരങ്ങളെ വരെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ വന്ന IPL ചെയർമാനൊക്കെ അടക്കമുള്ളവർ പറഞ്ഞ പ്രകാരം 4 താരങ്ങളെ മാത്രമായിരുന്നു റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അത് 8 താരങ്ങളെ ആക്കി ഉയർത്തി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നിട്ടില്ല, പക്ഷേ ഏതാണ്ട് ഒട്ടുമിക്ക ടീമുകളും 8 താരങ്ങളെ വരെ റീറ്റെയിൻ ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തൊക്കെ അയച്ചിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ മിനിമം 8 താരങ്ങളെ അവർക്ക് കൂടാരത്തിൽ നിലനിർത്താൻ സാധിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിൽ ഇന്ത്യൻ വിദേശ താരങ്ങളുടെ ഒരു കോമ്പോസിഷൻസ് ടീമുകൾക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം, 10 ടീമുകൾ തന്നെ ആയിരിക്കും. പുതിയ ഒരു ഫ്രാഞ്ചൈസിയും അടുത്ത IPL സീസണിൽ കളിക്കാൻ വരില്ല. 10 ടീമുകൾ വെച്ച് തന്നെയായിരിക്കും അടുത്ത IPL നടക്കാൻ പോകുന്നത്. ഇനി 8 താരങ്ങളെയാണ് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഓരോ റീറ്റെയിൻഡ് പ്ലെയർക്കുമുള്ള സാലറി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചും ഇപ്പോൾ BCCI ചർച്ചകൾ ഫ്രാഞ്ചൈസികളുമായി നടത്തുന്നുണ്ട്. 8 പ്ലെയേഴ്സിൽ 6 താരങ്ങൾ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സും 2 താരങ്ങൾ അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയേഴ്സും ആയിരിക്കണമെന്നും ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വമ്പൻ മാറ്റങ്ങളോടെ ആയിരിക്കും IPL 2025 നമുക്ക് മുൻപിലേക്ക് എത്താൻ പോകുന്നത്. 8 താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഒപ്പം അതിൽ 6 ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിൻ്റെ കൂടെ 2 അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയേഴ്സിനെയും ഒരു ഫ്രാഞ്ചൈസിക്ക് സ്ക്വാഡിൽ നിലനിർത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.